ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 12-ാം വയസ്സിൽ വീട് വിട്ടുപോയി 17 വയസ്സുവരെ സദാചാര വിരുദ്ധമായി ജീവിച്ച് അതിനുശേഷം പശ്ചാത്താപത്തിന്റെ അഗ്നി മനസ്സിലേറ്റി ജീവിച്ചവളും മരുഭൂമിയിൽ തപസ് ചെയ്തവളുമായി, അതുപോലെ തന്നെ സഭയിലെ ആദ്യത്തെ ദിവ്യകാരുണ്യ അത്ഭുതത്തിന് കാരണഭൂതയുമായ ഈജിപ്തിലെ വിശുദ്ധ മറിയത്തിന്റെ തിരുനാളാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത്. 12 വയസ്സുവരെ അവൾ മാതാപിതാക്കളോടൊപ്പം ജീവിച്ചു. അതിനുശേഷം വീട് വിട്ടു അലക്സാണ്ട്രിയയിലേക്ക് പോയി 17 വയസ്സുവരെ അവിടെ സദാചാര വിരുദ്ധമായ ജീവിതം നയിച്ചു. അനേകം പേരെ അവൾ പാപ സാഹചര്യത്തിലേക്ക് കടത്തിവിട്ടു. ഒരു ദിവസം അവൾ യാത്ര ചെയ്യുമ്പോൾ ഒരു കപ്പൽ യാത്രയ്ക്ക് തയ്യാറായി കിടക്കുന്നത് കണ്ടു. ആ കപ്പലിൽ പല വിധത്തിലുള്ള അനേകം ആൾക്കാർ യാത്രയ്ക്കായി ഒരുങ്ങിയിരിക്കുന്നു. അവൾ അവരോട് ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? അപ്പോൾ അവർ അവളോട് മറുപടി പറഞ്ഞു, കുരിശിന്റെ മഹത്വീകരണ തിരുനാളിനായി ഞങ്ങൾ ജെറുസലേമിലേക്ക് പോകുന്നു. കുരിശിന്റെ മഹത്വീകരണ തിരുനാൾ ആഘോഷിക്കുന്നതിനായിട്ടാണ് എന്ന്. അപ്പോൾ അവളും ആ തിരുനാൾ ആഘോഷിക്കുവാനായിട്ട് അവരോട് കൂടെ കപ്പലിൽ യാത്രയായി. ആ കപ്പലിൽ വെച്ച് അവൾ അനേകം പേരെ പാപസാഹചര്യത്തിലേക്ക് വഴിതിരിച്ചു വിട്ടു. അവർ ദേവാലയത്തിൽ എത്തിച്ചേർന്നു. എല്ലാവരും തിരുനാളിനായി ദേവാലയത്തിൽ പ്രവേശിച്ചു. പക്ഷെ മറിയത്തിന് ദേവാലയത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്നില്ല. എന്തോ ഒരു ശക്തി അവളെ ദേവാലയത്തിന് പുറത്തു തന്നെ നിർത്തി. അവൾ മനോവിഷമത്തോടുകൂടെ ദേവാലയത്തിലെ പരിശുദ്ധ കന്യാമറിയത്തിന്റെ തിരുസ്വരൂപത്തിലേക്ക് നോക്കി. ഉടനെ തന്നെ ഒരു പശ്ചാത്താപത്തിന്റെ ഒരു അഗ്നി അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു. വളരെ ഭയത്തോടു കൂടി അവൾ ആ രൂപത്തെ നോക്കി പ്രാർത്ഥിച്ചു. നീ ജോർദാന്റെ മറുകരയിലേക്ക് പോവുക, അവിടെ നിനക്ക് മനസ്സിന് ശാന്തി കിട്ടും എന്ന് പരിശുദ്ധ മറിയം അവളോട് പറയുന്നതായിട്ട് ഈജിപ്തിലെ മറിയത്തിന് തോന്നി. അവൾ അവിടെ അന്നത്തെ ദിവസം അവൾ അവിടെ ആ ദേവാലയത്തിൽ പരിസരത്ത് തങ്ങി. പിറ്റേ ദിവസം അവൾ അനുതപിച്ചു, കുമ്പസാരിച്ചു, ദിവ്യകാരുണ്യം സ്വീകരിച്ചു. അതിനുശേഷം അവളോട് മാതാവ് അരുളി ചെയ്തതുപോലെ തന്നെ അവൾ ജോർദാന്റെ മറുകരയിലേക്ക് പോയി. അവിടെ അവൾ മരുഭൂമിയിൽ ഏകാന്തവാസം നയിച്ചു. മനുഷ്യരോ മൃഗങ്ങളോ ആരും അവളുടെ കണ്ണിൽ പെട്ടില്ല. അങ്ങനെ അവൾ കുറെ കാലം അവിടെ ജീവിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം സോസിമോസ് എന്നൊരു സന്യാസിയെ അവൾ കണ്ടുമുട്ടി. അപ്പോൾ അവൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു, എല്ലാ വർഷവും എനിക്ക് ദിവ്യകാരുണ്യം കൊണ്ടുതരണം എന്ന്. അദ്ദേഹം അത് സമ്മതിച്ചു. അതിന് പ്രകാരം എല്ലാ വർഷവും സോസിമോസ് അവൾക്ക് വള്ളത്തിൽ കയറി നദി കടന്ന് അവൾക്ക് ദിവ്യകാരുണ്യം കൊണ്ടുകൊടുത്തു. അവൾ അത് സ്വീകരിച്ചു. ഒരു വർഷം സോസിമോസ് വന്നപ്പോൾ മറിയത്തെ കണ്ടില്ല. അദ്ദേഹം ചിന്തിച്ചു, ആ സ്ത്രീ എവിടെയായിരിക്കും? ദൈവത്തോട് പ്രാർത്ഥിച്ചു, പരമകാരുണികനായ ഈശോ, ദൈവമേ, ഞാൻ വന്ന ദൗത്യം നിറവേറ്റാനായിട്ട് എന്നെ സഹായിക്കണമേ. ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ മറുകരയിൽ മറിയം പ്രത്യക്ഷപ്പെട്ടു. പക്ഷെ അവൾക്ക് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരാനോ അദ്ദേഹത്തിന് അവളുടെ അടുത്തേക്ക് പോകാനോ നദിയിൽ വള്ളങ്ങളൊന്നും ഇല്ലായിരുന്നു. ഉടൻ തന്നെ മറിയം ആ വെള്ളത്തിൽ ഒരു കുരിശ് വരച്ചു. അദ്ദേഹം നോക്കി നിൽക്കുമ്പോൾ സാധാരണ നിലത്തുകൂടി നടന്നു പോകുന്നത് പോലെ തന്നെ അവൾ ആ വെള്ളത്തിലൂടെ നടന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് വന്നു, ദിവ്യകാരുണ്യം സ്വീകരിച്ചു, തിരിച്ചുപോയി. വീണ്ടും അടുത്ത ഒരു വർഷം കഴിഞ്ഞപ്പോൾ സോസിമോസ് അവൾക്ക് ദിവ്യകാരുണ്യവുമായി വന്നു. പക്ഷേ അവളെ കണ്ടെത്താൻ സാധിച്ചില്ല. അദ്ദേഹം മരുഭൂമിയിൽ ഉടനീളം അന്വേഷിച്ചു. അവൾ മരിച്ചു കിടക്കുന്നതാണ് അദ്ദേഹം കണ്ടത്. മറിയം എന്നൊരു പേരും അവളുടെ ശരീരത്തിൽ എഴുതപ്പെട്ടിരുന്നു. അദ്ദേഹം ചുറ്റും നോക്കി, ആരുമില്ല അവളെ ഒന്ന് സംസ്കരിക്കാൻ, അദ്ദേഹത്തെ സഹായിക്കാൻ. അദ്ദേഹം എന്ത് ചെയ്യുമെന്നിങ്ങനെ വിഷമിച്ചുകൊണ്ടിരുന്നപ്പോൾ എവിടെ നിന്നറിയാതെ ഒരു സിംഹം അദ്ദേഹത്തിന്റെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടു. അവളെ അടക്കം ചെയ്യാനുള്ള കല്ലറ ഉണ്ടാക്കുവാനായിട്ട്, മണ്ണ് മാറ്റി കൊടുക്കുവാനായിട്ട് സിംഹം അദ്ദേഹത്തെ സഹായിച്ചു. കല്ലറ ഉണ്ടാക്കിയതിനു ശേഷം കല്ലറയിൽ അവളെ സംസ്കരിക്കാനും സിംഹം സോസിമോസിനെ സഹായിച്ചു. അദ്ദേഹം അവളെ ആ കല്ലറയിൽ അടക്കം ചെയ്തു. വിശുദ്ധ ജോൺ കൊളംബിനി പുണ്യമാർഗത്തിലേക്ക് തിരിഞ്ഞത് ഈജിപ്തിലെ വിശുദ്ധ മറിയത്തിന്റെ ജീവിതകഥ വായിച്ചാണ്. പാപത്തെക്കുറിച്ച് നമുക്കും പശ്ചാത്തപിച്ച് മാനസാന്തരത്തിലേക്ക് നയിക്കാനുള്ള കൃപ നൽകണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ പാപം ചെയ്യുകയാണെങ്കിൽ അനുതപിച്ച് പാപമാർഗത്തിൽ നിന്ന് അകലുവാൻ നിശ്ചയിക്കുക. പാപം ഗുരുതരമാണെങ്കിൽ കഴിയും വേഗം കുമ്പസാരം എന്ന കൂദാശ സ്വീകരിക്കുക. വിശുദ്ധ അൽഫോൻസ് ലിഗോരിയുടെ വാക്കുകളാണ് ഇവ. ഈജിപ്തിലെ വിശുദ്ധ മറിയത്തെ പോലെ പാപത്തിൽ നിന്നകന്ന് മാനസാന്തരപ്പെട്ട് പ്രായശ്ചിത്തം ചെയ്ത് ജീവിക്കുവാൻ നമുക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി ഈജിപ്തിലെ വിശുദ്ധ മറിയത്തിന്റെ മാധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ട്, ഈജിപ്തിലെ വിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണമേ എന്ന് നമുക്ക് യാചിക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.